ജോഷുവായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കണം. ഇവളെ പോലെ എല്ലാം മനസ്സിൽ വെച്ച് ആരോടൊന്നും പറയാതെ വിചാരിച്ചത് ചെയ്യുന്ന പ്രകൃതമല്ല എന്റേത്. ആദ്യം അമ്മച്ചോട് വിവരം പറയണം. ഒരു കാര്യം ജോഷുവ എനിക്ക് ചെയ്തു തരണം. എന്താ? കെട്ടിവിടെ എന്റെ പള്ളി വെച്ചായിരിക്കണം. അത് എന്റെ ഒരു നിർബന്ധമാണെന്ന് കൂട്ടിക്കോ. എന്റെ പ്രശ്നം അതല്ല ഫാദർ. 11th പോകാൻ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാ. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. പോകുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും നടത്തേണ്ട കല്യാണം. അതൊക്കെ എനിക്ക് വിട്ടുതരിക. നല്ല രീതിയിൽ, എന്നാൽ ചെറിയ രീതി മതി കെട്ട്. എന്നാലും എന്റെ ബെന്നിച്ച, എന്റെ കൊച്ചിനെ നീ തല്ലുപൊളിച്ച് കളഞ്ഞല്ലോ. ഇല്ലാത്ത പണിയൊക്കെ ചെയ്ത് കൂട്ടിയച്ച് രണ്ടും കൂടെ ബ്ലിങ്കസിയാന്നും പറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ? ഇന്ന് വാ, നീ വട. ഈ അമ്മാവച്ചയാണോ ഇവനോടുള്ള ഇഷ്ടം പറഞ്ഞ സമ്മതിക്കുകയല്ല വഴക്കുറയെന്നൊക്കെ പറഞ്ഞത്? വഴക്ക് പറയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിര് നിൽക്കില്ല ചോ. അല്ലടാ ജോഷേ? കെട്ട് ഇവിടെ തന്നെ വേണമെന്ന് അച്ഛന് നിർബന്ധമുള്ള സ്ഥിതിക്ക് ഏറ്റവും അടുത്തൊരു തീയതി അച്ഛൻ തന്നെ പറഞ്ഞു. 11 ജോഷാക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞത്? അതെ. അപ്പൊ അതിന് മുമ്പിലത്തെ ഞായറാഴ്ച ആവാൻ കെട്ട്. എന്താ? എന്നായാലും ഞങ്ങൾക്ക് വിരോധമല്ല. പെന്നി എന്താ ഒന്നും മിണ്ടാതെ? വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞോളാം. ഞാൻ എല്ലാ അച്ഛന്റെ ഇഷ്ടം. ഞായർ കഴിഞ്ഞ 1, 2, 3 അപ്പൊ 5-ാം പക്കം നിങ്ങൾ പോവും അല്ലേടാ ജോഷേ? കേട്ടോ വെച്ചോ, കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ അടുത്ത വരവിന് കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞിട്ടേ ഇവൻ കേൾക്കുന്നില്ല. അതൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാച്ചോ. അപ്പൊ കോളടിച്ചല്ലോടാ. ഇനി സിംഗപ്പൂരിലൊക്കെ ഒന്ന് വിലസാവല്ലോ. ഇവിടെ കാണിക്കുന്ന വേലത്തരങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിച്ചുണ്ടല്ലോ. ചൂറിലുമായിട്ട് ഞാനങ്ങ് സിംഗപ്പൂര് വരും പറഞ്ഞേക്കാം. അച്ഛൻ എന്തായി പറയുന്നത്? ഞാൻ ഇവരെ 2 പേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ.